ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും സ്വാതന്ത്ര്യം സീരിയലിലെ നാളത്തെ നല്ലൊരു എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം. ചാനൽ ആദ്യമായിട്ടൊക്കെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മറക്കല്ലേ കൂട്ടുകാരെ. അങ്ങനെ നാളത്തെ എപ്പിസോഡിൽ നമ്മൾ വിചാരിക്കുന്ന പോലെ ഒരു അടിപൊളി ഭാഗമാണ് കേട്ടുള്ളത്. അപ്പോൾ ആ ഒരു ഭാഗമാണ് ഞാൻ പറയാൻ പോകുന്നത്. തമിഴിലെ ഭാഗമാണ്. തമിഴിലെ സെയിം ഭാഗം തന്നെയാണ് ഇപ്പോൾ മലയാളത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന ഡയലോഗും ആക്ഷനും പോലും വ്യത്യാസമില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ തമിഴിലെ ഒരു ഭാഗമാണ് ഞാൻ പറയാൻ വേണ്ടി പോകുന്നത് കേട്ടോ. കൂട്ടുകാരെ എല്ലാവരും കഥ കേൾക്കുന്നതിനൊപ്പം തന്നെ ആ ബെൽ ബട്ടണും കൂടി ഒന്ന് ഓണാക്കി വെച്ചോളൂ. എന്നാലാണ് ഇനി ഉള്ള എല്ലാ എൻ്റെ വീഡിയോസും നിങ്ങളിലെത്തുകയുള്ളൂ. അതുപോലെ തന്നെ അലോക എടി എനിക്ക് കഴിക്കാൻ വേണ്ടി എടുത്തുകൊണ്ട് വാടി ഫുഡ് എന്ന് പറയുമ്പോഴേക്കും അതിന് ഇഡ്ഡലി ആയിട്ട് വരുന്നുണ്ടല്ലോ. ആ ഇഡ്ഡലി കാണുമ്പോഴേക്കും അലോക ആ ഇഡ്ഡലി നോക്കിയിട്ട് ഈ ഇഡ്ഡലി ശരിയല്ല ഇഡ്ഡലി ശരിയല്ല, വേറെ ഇഡ്ഡലി ഉണ്ടാക്കി കൊണ്ടുവരാൻ വേണ്ടി പറയുന്നില്ലേ. അപ്പോൾ ആ ഒരു ഭാഗത്താണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത്. അപ്പം നമ്മുടെ അനു ഒരുപാട് ഇഡ്ഡലി അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും കേട്ടോ. ആ ഇഡ്ഡലിയൊക്കെ എടുത്ത് കൊണ്ടുവരികയാണ്. അപ്പോൾ പറയുക, ഈ പാത്രമാണോ എനിക്ക് കഴിക്കാൻ? ഇവിടെ അലോക് സ്പെഷ്യൽ പാത്രമുണ്ട്, ആ പാത്രത്തിൽ തന്നെ എനിക്ക് ഫുഡ് തരണം എന്ന് പറയുകയാണ്. ഈ സ്റ്റീൽ പാത്രം ഒന്നും എനിക്ക് വേണ്ട എന്ന് പറഞ്ഞിട്ട് ആ സ്റ്റീൽ പാത്രം വലിച്ചെറിയുക. അലോക് സ്പെഷ്യൽ പാത്രം കൊണ്ടുവാ എന്നിങ്ങനെ പറയാണ്. അനു അങ്ങനെ പാത്രം കൊണ്ടുവരിക. എൻ്റെ നല്ല ഭംഗിയുള്ള വില കൂടിയ ഒരു പാത്രം ഉണ്ട് കേട്ടോ. അത് അലോകിൻ്റെ മുമ്പിലേക്ക് വെക്കണം. ഇഡ്ഡലി ഇട് എന്ന് പറയുമ്പോഴേക്കും 2 ഇഡ്ഡലി ഇട്ട് കൊടുക്കുക കേട്ടോ. ആ കൊള്ളാലോ, 2 ഇഡ്ഡലിയോ? നിങ്ങളുടെ ഗോമതി സ്റ്റോഴ്സ് ബാലൻ നിങ്ങളുടെ വീട്ടിൽ വെറും 2 ഇഡ്ഡലി വെച്ചിട്ടായിരിക്കും തരുന്നതല്ലേ? ആ ഇഡ്ഡലി ചുട്ട അപ്പം പോലെയല്ലേ അവിടെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പം അങ്ങനെയൊക്കെ ആയിരിക്കും ഈ ഗോമതി സ്റ്റോഴ്സ് ബാലൻ്റെ കടയിലെ ഇത് വലിയ കോടീശ്വരൻ താമസിക്കുന്ന കൃഷ്ണമംഗലം എന്ന് പറയുക. അതുകൊണ്ട് ഇഡ്ഡലി ഒരു 5-6 ഇഡ്ഡലി എന്ന് പറയുകയാണ്. അങ്ങനെ 5-6 ഇഡ്ഡലി ഇടുന്നുണ്ട് നമ്മുടെ അനു കേട്ടോ. ആ കറി ഒഴിക്കുക എന്ന് പറയുമ്പോൾ കുറച്ച് ചമ്മന്തി ഒഴിക്കുകയാണ്. ഇതെന്താ ചമ്മന്തി മാത്രമോ, വേറെ സാമ്പാറില്ലേ? ഇനി സാമ്പാർ വേണോ എന്ന് അനു ചോദിക്കുമ്പോൾ അതെന്താ, നിങ്ങളുടെ വീട്ടിൽ അങ്ങനെ ആയിരിക്കും, ഒരു കറി ഉണ്ടെങ്കിൽ അത് കൂട്ടി അഡ്ജസ്റ്റ് ചെയ്ത് കഷ്ടപ്പെട്ട് കഴിക്കണമായിരിക്കും. പക്ഷേ ഇവിടെ അങ്ങനെയല്ല, ഇഡ്ഡലിക്ക് ചമ്മന്തി സാമ്പാർ അങ്ങനെ പലതും ഉണ്ടാകും. അതുകൊണ്ട് സാമ്പാറും ഉണ്ടാവും, പോയി എടുത്തുകൊണ്ട് വാടി അനു പറയുകയാണ്. അങ്ങനെ അനു അടുക്കള സാമ്പാർ കൊണ്ടുവരുന്നുണ്ട്. എന്നിട്ട് 2 ടീസ്പൂൺ 2 തവി സാമ്പാർ ഇട്ട് കൊടുക്കുകയാണ്. ഇതെന്താടി അളന്ന് നടക്കുന്നത്? നിൻ്റെ അച്ഛൻ്റെ പലചരക്ക് കടയിൽ ജോലി നീ ഏറ്റെടുത്തോ? അളക്കം ഒന്നും വേണ്ട, ഇടറി അവിടെ സാമ്പാർ ഒരുപാട്, എനിക്ക് സാമ്പാർ ഇങ്ങനെ ഇഡ്ഡലി മുങ്ങി ഇങ്ങനെ പൊങ്ങി ഇങ്ങനെ കിടക്കണം, പോയി എടുത്തുകൊണ്ട് വാ. സാമ്പാർ ഉണ്ടാക്കി അണ്ടാവോടുകൂടി ഉണ്ടാക്കിയില്ലേ, അണ്ടാവ് ഉൾപ്പെടെ എടുത്തുകൊണ്ട് വാ, ഓടി വാ എന്ന് പറയുകയാണ്. അങ്ങനെ അനു സാമ്പാറിൻ്റെ ഒരു വലിയ അണ്ടാവും അങ്ങനെ തന്നെ കൊണ്ടുവരാം കേട്ടോ. ഇത്രയോ സാമ്പാറും ഉണ്ടല്ലോ, ഇതെന്താ മുരിങ്ങാക്കോല് സാമ്പാറോ ആണോ? അതെ എന്ന് പറയാം. എന്നാലും സാമ്പാർ ഒഴിക്കൊഴിക്കുക എന്ന് പറയുകയാണ്. അങ്ങനെ അനു 2 തവി സാമ്പാർ ഒഴിക്കുന്നുണ്ട്. സാമ്പാർ ഒഴിച്ചിരുന്നവ കുഴപ്പമില്ല അല്ലേടി, നിൻ്റെ വീട്ടിലെ ഇങ്ങനെ സാമ്പാറൊക്കെ ഉണ്ടാക്കുന്നത് ഒരു തവി പാടുള്ളൂ എന്ന് പറയാറുണ്ടോ? 2 തവി എടുത്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ വഴക്ക് പറയുമായിരിക്കും അല്ലേ? അങ്ങനെ ആയിരിക്കും, അത്രയല്ലേ ഉണ്ടാക്കാനുള്ളൂ, വകയല്ലേ അവിടെ ഉള്ളൂ. അല്ലെങ്കിൽ ഗോമതി സ്റ്റോഴ്സിൽ കിട്ടുന്ന ചീഞ്ഞ, അതായത് ആരും മേടിക്കാതെ പോകുന്ന കുറച്ച് ചീഞ്ഞ വെണ്ടയ്ക്ക, വഴുതനങ്ങ, തക്കാളി അതൊക്കെ ഉണ്ടാവില്ലേ ചീഞ്ഞത്, അതൊക്കെ നിൻ്റെ അച്ഛൻ ബാലൻ രാത്രി ആകുമ്പോഴേക്കും അവിടെ എടുത്തുകൊണ്ട് വീട്ടിൽ കൊണ്ടുവന്ന് കൊടുക്കും. അപ്പോൾ നിൻ്റെ അമ്മ ഗോമതി അത് സാമ്പാർ ഉണ്ടാക്കും. ചീഞ്ഞ സാമ്പാർ ചീന പച്ചക്കറി ഇട്ട് സാമ്പാർ എന്തൊക്കെ പറഞ്ഞ് കളിയാക്കും കേട്ടോ. ഇത് കാണുമ്പോഴേക്കും അനു പറയുന്നുണ്ട്, അതെ ഞാൻ നിനക്ക് സാമ്പാർ വിളുമ്പി തന്നല്ലോ, പിന്നെ എന്തിനാ എൻ്റെ വീട്ടുകാരെ ഇങ്ങനെ കുറ്റം പറയുന്നത്? പിന്നെ നിൻ്റെ വീട്ടുകാരെ പറഞ്ഞാൽ നിനക്ക് പിടിക്കില്ല അല്ലേ? നിൻ്റെ വീട്ടുകാരൊക്കെ വലിയ രാജകുടുംബത്തിലെ ആൾക്കാരാണല്ലോ. നിൻ്റെ അച്ഛൻ വലിയ രാജാവ്, നിൻ്റെ ചേട്ടന്മാരുണ്ടല്ലോ അലോക്, ആനന്ദ്, ആകാശ്, ആര്യൻ, അവരൊക്കെ അങ്ങ് രാജകുടുംബത്തിലെ രാജകുമാരന്മാർ എന്നൊക്കെ പറഞ്ഞ് പൊട്ടിച്ചിരിക്കുക കേട്ടോ. അത് കേൾക്കുമ്പോൾ അതിനും ദേഷ്യം വരുന്നുണ്ട്. നിൻ്റെ ദേഷ്യം വരുന്നുണ്ടല്ലോ.
നിൻ്റെ അച്ഛൻ രാവിലെ ഭയങ്കര ഷോ ഓഫായിരുന്നല്ലോ. അയാൾക്ക് ഇത്തിരി പണി കൊടുത്തു. എനിക്കൊരു കാര്യം മനസ്സിലായി, നിൻ്റെ അച്ഛൻ്റെ വീക്ക് പോയിന്റ് നീയാണ്. എന്താണെന്നാ? അത് നീയാണ്. നിനക്ക് എന്തെങ്കിലും സംഭവിച്ചാലേ നിൻ്റെ അച്ഛന് സഹിക്കാൻ പറ്റില്ല. അതിന് പിടിച്ച് ഞാൻ കീറുന്നുണ്ട് എന്ന് അലോക് പറയാം. എടി എന്താ നോക്കിക്കൊണ്ടിരിക്കുന്നത്? സാമ്പാർ ഒഴിക്കടി എന്ന് പറയുകയാണ്. ഒഴിച്ചല്ലോ, ഇനി ഒഴിക്കടി സാമ്പാർ ഒഴിക്കേ എന്നങ്ങനെ ആക്ഷൻ കാണിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ അനു ഇങ്ങനെ നോക്കുമ്പോഴേക്കും അലോക് ഇങ്ങനെ കണ്ണടച്ച് ഒഴിക്കടി സാമ്പാർ ഒഴിക്കേ എന്നിട്ട് വേണ്ടിയിട്ട് ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കാം. അപ്പോൾ അനു എന്താ ചെയ്തേ? ആ സാമ്പാർ അങ്ങനെ തന്നെ എടുത്തിട്ട് ആലോകിൻ്റെ മേത്തേക്ക് ഒഴിക്കുകയാണ്. നീ എന്താടി മേത്തേക്ക് ഒഴിച്ചത് എന്ന് പറയുമ്പോഴേക്കും എന്താ മതിയായില്ലേ എന്ന് പറഞ്ഞിട്ട് ആ അണ്ടാവിലുള്ള സാമ്പാർ കൂടി എടുത്തിട്ട് ആലോകിൻ്റെ തല വഴി ഒഴിച്ചു. അത് സാമ്പാറായിരുന്നു കേട്ടോ. അലോക് ചൂടോടെ വേണമെന്ന് പറഞ്ഞപ്പോൾ അതിന് ചൂടാക്കിയിട്ടുണ്ട്. ആ സാമ്പാർ കൊണ്ടുവന്ന് അങ്ങനെ തന്നെ ആ സാമ്പാർ തല വഴി അങ്ങ് ഒഴിച്ചു കൊടുത്തു. ഇങ്ങനെ കൊടുത്തപ്പോഴേക്കും അലോക് അയ്യോ അമ്മേ, അയ്യോ എരിയുന്നേ എന്ന് പറഞ്ഞിട്ട് ഭയങ്കര ഒച്ച ഉണ്ടാക്കുന്നത്. അയ്യോ വയ്യയ്യോ എരിയുന്നേ, അയ്യോ സാമ്പാർ എൻ്റെ തലി ഒഴിച്ച് വെക്കടി ദ്രോഹി, നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ടടി, അയ്യോ അമ്മേ എന്ന് വാവിട്ട് കരിയാട്ടോ. ആ ബഹളം കേട്ട് നമ്മുടെ അച്യുതനും ആനന്ദനും അതുപോലെ നമ്മുടെ രാജശ്രീ അമ്മയും ഒക്കെ മുത്തശ്ശിയും ഒക്കെ വരുന്നുണ്ട് കേട്ടോ. അയ്യോ എന്ത് പറ്റി? എടാ നീ സാമ്പാർ വേണം എന്ന് പറഞ്ഞിട്ട് തല വഴി ഒഴിച്ചോ എന്നിങ്ങനെ ചോദിക്കണം. അത് കണ്ടിട്ട് അച്യുതൻ സാമ്പാറിലോ മുരിങ്ങാക്കോലൊക്കെ ഇങ്ങനെ എടുക്കുന്നുണ്ടല്ലോ. ആഹാ, ഇത് മുരിങ്ങാക്കോൽ സാമ്പാറായിരുന്നു അച്ഛാ ഇപ്പോൾ അതാണോ പലത്? അയ്യോ എനിക്ക് വയ്യയ്യോ, ഇതെന്താണ് സാമ്പാർ ഇങ്ങനെ നിൻ്റെ തല വഴി വന്നു എന്ന് ചോദിക്കാണ്. അലോക് ഇങ്ങനെ സാമ്പാർ ഇങ്ങനെ ചവിട്ടി നിൽക്കുമ്പോൾ അപ്പോൾ കാലും കൊണ്ട് ഇങ്ങനെ അറിയാണ്ട് ഇങ്ങനെ കോലം വരയ്ക്കുന്നുള്ളൂ. അങ്ങനെ മനഃപൂർവ്വം വരയ്ക്കുന്നതല്ല. അലോക് ഇങ്ങനെ സാമ്പാർ ഇങ്ങനെ നിൽക്കുമ്പോൾ തെന്നി പോകാതിരിക്കാൻ വേണ്ടി കാലും കൊണ്ട് ഇങ്ങനെ അലോകിൻ്റെ കാല് ഇങ്ങനെ വെച്ച് സ്കിപ്പായി പോകുന്നുണ്ട്. കോലം വരയ്ക്കുന്ന പോലെ തോന്നും കേട്ടോ അച്യുത ഇങ്ങനെ നാണത്തോടെ അപ്പോൾ എന്തോ സംഭവിച്ചിട്ടുണ്ട്. എടാ എങ്ങനെയാടാ തലയിൽ സാമ്പാർ വീണതെന്ന് ചോദിക്കുക. അപ്പോൾ അലോക് പറയുന്നുണ്ട്, അതാ അനു നടന്നു വന്നപ്പോൾ അറിയാണ്ട് കാല് തെറ്റി സാമ്പാർ എൻ്റെ മുഖത്ത് വീണു എന്ന് പറയുകയാണ്. അപ്പോഴേക്കും നമ്മുടെ രാജശ്രീ പക്ഷെ പതുക്കെ അനുവിൻ്റെ മുഖത്തേക്ക് നോക്കുകയാണ്. എന്നിട്ട് അലോകിനെ നോക്കുന്നുണ്ട്. മനസ്സിലായി. ഇവൻ്റെ കാര്യം, ഈ പിള്ളേരെ ആദ്യമായിട്ട് കല്യാണം കഴിച്ച ആൾക്കാരെ ഇങ്ങനെ വാ അച്യുതേട്ടാ നമുക്ക് അപ്പുറത്തേക്ക് പോകാം എന്നാ പറയുകയാണ്. അങ്ങനെ അച്യുതൻ അപ്പുറത്തേക്ക് പോകുന്നുണ്ട്. രാജശ്രീ മുത്തശ്ശിയുടെ അടുത്ത് പറയുന്നുണ്ട്, മുത്തശ്ശി വാ, അവരെ എന്ത് ചെയ്തോട്ടെ, എടാ നീ പോയി ഇവിടെ നിൽക്കണ്ട, പോയി കുളിച്ചിട്ട് വാടാം എന്ന് പറയുകയാണ്. അങ്ങനെ അലോക് കുളിക്കാൻ വേണ്ടി പോവുകയാണ്. രാജശ്രീ പറയുന്നുണ്ട്, അനു ഞാൻ സാമ്പാർ തുടയ്ക്കണോ അതോ നീ തുടയ്ക്കോ? അയ്യോ ഞാൻ തുടച്ചോളാം, വേണമെങ്കിൽ ഞാൻ തുടച്ചോളാം എന്ന് പറയുകയാണ്. മുത്തശ്ശി പറയുന്നുണ്ട്, എൻ്റെ രാജശ്രീ അവൾ തുടയ്ക്കും എന്ന് പറഞ്ഞല്ലോ, നീ അപ്പുറത്തേക്ക് പോ, പിള്ളേരുടെ ഇരിക്കുന്ന സമയത്ത് നമ്മൾ എന്തിനാ സ്വർഗത്തിൽ കട്ടൂൺ പാക്കുന്നത്? കട്ടൂൺ എന്ന് പറഞ്ഞിട്ട് മുത്തശ്ശി രാജശ്രീയും കൂട്ടിക്കൊണ്ട് അപ്പുറത്തേക്ക് പോകട്ടെ. അപ്പോൾ അനു അങ്ങനെ ദേഷ്യം വേണമെന്ന് ഞാൻ വെച്ചിട്ടുണ്ട് എന്നൊക്കെ മനസ്സിൽ വിചാരിക്കട്ടോ. ശേഷമാണെങ്കിൽ ബാത്റൂമിൽ നിന്നിട്ട് ടവൽ താ എന്ന് പറഞ്ഞ് വിളിക്കുകയാണ് ആലോക്. അനു ടവലുമായിട്ട് ബാത്റൂമിലേക്ക് പോകുന്നുണ്ട്. വാതിൽ മുട്ടി വിളിക്കുമ്പോഴേക്കും ആലോക് ഇങ്ങനെ പകച്ച് വീട്ട് അയ്യോ നീറിയിട്ട് വയ്യേ എന്ന് എങ്ങനെ കരയാട്ടോ. അത് കാണുമ്പോഴേക്കും അനു പറയണ്ട, ആഹാ ഭയങ്കര നിറലാണ്, ഭയങ്കര പൊള്ളലാണ്. ഇപ്പം മനസ്സിലായില്ലേ എന്താണ് പൊള്ളലെന്ന്? നിങ്ങൾ എൻ്റെ അച്ഛനെയും ചേട്ടന്മാരെയും ഒക്കെ പറഞ്ഞപ്പോൾ ഇതുപോലത്തെ ഒരു പൊള്ളല എൻ്റെ മനസ്സിൽ തട്ടിയത്. നിങ്ങളുടെ ദേഹമല്ലേ പൊള്ളിയിട്ടുള്ളൂ, എൻ്റെ മനസ്സാ പൊള്ളിയത് എന്ന് പറഞ്ഞിട്ട് അനു അവിടെ നിന്ന് പോവുകയാണ്. എടി നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ടൊരു ദ്രോഹി എന്നൊക്കെ പറഞ്ഞിട്ട് അലോക് പിന്നെയും ബാത്റൂമിലേക്ക് കയറി കുളിച്ചുകൊണ്ടേ ഇരിക്കുക കേട്ടോ, ആ പുകച്ചിൽ മാറാനായിട്ടാണ്. അപ്പോൾ അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ഗോമതി ആകെ വിഷമിച്ചിരിക്കുക കേട്ടോ. ഗോമതി വിഷമിച്ചിരിക്കുമ്പോഴേക്കും നമ്മുടെ അങ്ങനെ ഗോമതി വിചാരിക്കുക, എന്നാലും ഗോമതി സ്റ്റോഴ്സ് വരെ പോയിരിക്കാം, ഇവിടെ ഇരുന്നിട്ട് ഇനി കാര്യമില്ല, ഇവിടെ ഇരുന്നിട്ട് പറയും തലക്ക് ഭ്രാന്ത് പിടിച്ചുകൊണ്ടിരിക്കുകയല്ലോ, അതുകൊണ്ട് ഗോമതി സ്റ്റോഴ്സിലേക്ക് പോയിരിക്കുക എന്ന് വിചാരിക്കുകയാണ് ഗോമതി സ്റ്റോഴ്സിലേക്ക് പോയിരിക്കുമ്പോഴേക്കും അവിടെയാണെങ്കിലോ സാധനം മേടിക്കാൻ വരുന്നവർ പോകുന്നവരൊക്കെ ഓരോ ചോദ്യങ്ങളാണ്. നിങ്ങളുടെ മകൾ അനുശ്രീയെക്കുറിച്ച് ഇങ്ങനെ ഒന്നും വിചാരിച്ചില്ല, അലോകിനെ അല്ലാതെ വേറെ ആരെയും വിവാഹം കഴിക്കാൻ കിട്ടിയില്ലേ അവൾക്ക്? അതുപോലത്തെ ഒരു വൃത്തികെട്ട ചെറുക്കൻ എൻ്റെ മോളുടെ പിന്നാലെ അവൻ നടന്നതാണ് എന്നൊക്കെ പറയാം ഓരോരുത്തർ വന്നിട്ട്. ഓരോന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. ഗോമതിക്ക് തലവേദന എടുക്കുക കേട്ടോ. ഗോമതി ബാലനോട് പറയുന്നത്, വീട്ടിൽ സമാധാനം നഷ്ടപ്പോഴാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. ഇവിടെ ഇരുന്ന് കുറച്ച് സമാധാനത്തോടെ ഇരിക്കാമെന്ന് വീട്ടിൽ
ഇന്നിപ്പോൾ ഇവിടെ എടുത്തില്ല, വീട്ടിൽ തന്നെ അപ്പുറം നേരം പുറത്തേക്ക് ഇറങ്ങിയ കൃഷ്ണമംഗലമാണല്ലോ കാണുന്നത്, അതുകൊണ്ടാണ് ഇവിടേക്ക് വന്നത്. അപ്പോൾ ഇവിടെ സമാധാനക്കേടാ, ഞാൻ തിരിച്ചു പോവുക എന്ന് പറഞ്ഞിട്ട് ഗോമതി അവിടെ നിന്ന് തിരിച്ചു പോകുന്നുണ്ട് കേട്ടോ. അതായത് വീട്ടിലേക്ക് തന്നെ തിരിച്ചു പോവുക, ആർക്കും ഒരു സമാധാനം ഇല്ലാതെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ആണെങ്കിൽ പുതിയ പദ്ധതികൾ അത് ആലോകിനെ വീഴ്ത്താൻ വേണ്ടി പുതുതായിട്ട് എന്തൊക്കെ ചെയ്യാം എന്ന് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നാളത്തെ എപ്പിസോഡായി നമ്മൾ ഇത്രയും ഭാഗം കാണുന്നു കേട്ടോ. ഈ സാമ്പാർ അഭിഷേകവും അതുപോലെ തന്നെ ഈ ഗോമതി ആകെ വിഷമിച്ചിരിക്കുന്നതും പിന്നെ അലോകിനെ പണി കൊടുക്കാൻ വേണ്ടി ആലോചിക്കുന്നതും ആ പണിയൊക്കെ തിരിച്ച് അലോകി കിട്ടുന്ന ഭാഗങ്ങളാണ് നമ്മൾ ഇനി കാണാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും പിന്നെ കമൻറ്റ് ചെയ്യാനും മറക്കില്ലേ. അടുത്ത വീഡിയോ ആയിട്ട് നാളെ കാണാം ഫ്രണ്ട്സ്. എല്ലാവരും ടാറ്റാ, ടേക്ക് കെയർ.